ഡിയർ സ്റ്റുഡൻസ്, നമുക്കിന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അവസാന വർഷം നടന്ന ഫസ്റ്റ് സെമസ്റ്ററിലെ മാനേജീരിയൽ എക്കണോമിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു എക്സാം എഴുതിയ കുട്ടികൾക്ക് നിങ്ങൾ എഴുതിയ ആൻസറുകൾ എത്രത്തോളം കറക്റ്റാണ് എന്നുള്ളത് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. നമുക്ക് എക്സാമിനേഷൻ്റെ വാല്യുവേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ആൻസർ കീ വെച്ചുകൊണ്ടാണ് ഈ ഒരു ക്ലാസ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടാൻ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒരു ധാരണ കിട്ടാനും ഈ ഒരു ക്ലാസ് സഹായിക്കും. അപ്പോൾ നമുക്ക് ആദ്യത്തെ പാർട്ട് എയിലേക്ക് പോകാം. ഒന്ന്, വാട്ട് ഈസ് മെൻ ബൈ പ്രൈസ് ഡിമാൻഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രൈസ് ഡിമാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു വേരിയസ് ക്വാണ്ടിറ്റീസ് ഓഫ് കമ്മോഡിറ്റി ദാറ്റ് എ കൺസ്യൂമർ വുഡ് ബൈ അറ്റ് എ ഗിവൺ ടൈം ഇൻ ദ മാർക്കറ്റ് അറ്റ് വേരിയസ് ഹൈപ്പോത്തറ്റിക്കൽ പ്രൈസസ്. അതായത് വ്യത്യസ്ത വിലകളിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാണ്ടിറ്റി ആളുകൾ എത്രമാത്രം വാങ്ങിക്കും എന്നതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്ന ഒരു പദമാണ് പ്രൈസ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അതായത് പ്രൈസ് കൂടുമ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡിലുണ്ടാകുന്ന വ്യത്യാസം, പ്രൈസ് കുറയുമ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡിലുണ്ടാകുന്ന വ്യത്യാസം. അപ്പോൾ അതൊക്കെ തമ്മിലുള്ള ബന്ധമാണ് പ്രൈസ് ഡിമാൻഡ് സൂചിപ്പിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. റൈറ്റ് അബൌട്ട് WTO. WTO എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനാണ്. 1995 രൂപീകൃതമായതാണ്. നമ്മുടെ രാജ്യങ്ങൾ തമ്മിലുള്ള കച്ചവട കരാറുകളും മറ്റു കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ആ ഒരു അന്താരാഷ്ട്ര സ്ഥാപനമാണ് WTO എന്ന് പറയുന്നത്. ദെൻ ഡിഫൈൻ ലോ ഓഫ് സപ്ലൈ. എന്താണ് ലോ ഓഫ് സപ്ലൈ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് സ്റ്റേറ്റ് ദാറ്റ് അതർ ഫാക്ടേഴ്സ് റിമൈനിങ് കോൺസ്റ്റൻറ്റ് പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി സപ്ലൈഡ് ഓഫ് എ ഗുഡ്സ് ആർ ഡയറക്ട്ലി റിലേറ്റഡ് ടു ഈച്ച് അതർ. അപ്പോൾ വിലയിലുണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ച് ക്വാണ്ടിറ്റി സപ്ലൈഡ് ഗുഡ്സിൻ്റെ സപ്ലൈയിലുണ്ടാകുന്ന മാറ്റം അത് തമ്മിലുള്ള ആ ഒരു ബന്ധമാണ് ലോ ഓഫ് സപ്ലൈ സൂചിപ്പിക്കുക. അതായത് വെൻ ദ പ്രൈസ് പെയ്ഡ് ബൈ ബയേഴ്സ് ഫോർ എ ഗുഡ് റൈസ്, അതായത് പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കൂടുകയാണെങ്കിൽ ദെൻ സപ്ലൈസ് ഇൻക്രീസ്, സപ്ലൈ ഇൻക്രീസ് ചെയ്യുന്നു, ആ ഒരു പ്രൊഡക്റ്റ് കൂടുതലായിട്ട് മാർക്കറ്റിലേക്ക് വരുന്നു. ആൻഡ് വൈസ് വേഴ്സ, അല്ലേ, നേരെ ഓപ്പോസിറ്റും സംഭവിക്കുന്നു. ഇനി അടുത്ത സ്റ്റേജ് ദ കോസസ് ഓഫ് പോവർട്ടി എന്നുള്ളതാണ്. പോവർട്ടി നമുക്ക് ദാരിദ്ര്യത്തിന് കാരണമായേക്കാവുന്ന കാരണങ്ങൾ: അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്, അൺഎംപ്ലോയ്മെൻറ്റ്, അണ്ടർ എംപ്ലോയ്മെൻറ്റ്, ലോ പെർ ക്യാപിറ്റ ഇൻകം, ഇൻഫ്ലേഷന്, ജോയിൻറ്റ് ഫാമിലി സിസ്റ്റം, അങ്ങനെയുള്ള പോയിൻറ്റ്സുകൾ മാത്രം നിങ്ങൾക്ക് ഇവിടെ എഴുതിയാൽ മതിയാവും. ദെൻ വാട്ട് ഈസ് മെൻ ബൈ ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. എന്താണ് ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇറ്റ് റെഫേഴ്സ് ടു കണ്ടീഷൻ ഇൻ വിച്ച് ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി റൈസസ് വിത്ത് എ റൈസ് ഇൻ കൺസ്യൂമേഴ്സ് ഇൻകം. അപ്പോൾ കൺസ്യൂമറുടെ ഇൻകത്തിനുണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ച് പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡിലുണ്ടാകുന്ന മാറ്റമാണ് ഇവിടെ ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുക. കൺസ്യൂമേഴ്സിൻ്റെ ഇൻകത്തിനുണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ച് പ്രൊഡക്റ്റിൻ്റെ ക്വാണ്ടിറ്റിയിലുണ്ടാകുന്ന അവരുടെ ഡിമാൻഡ് കൂടുതൽ കുറവ്, അതിനെയാണ് നമ്മൾ ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുക. ദെൻ വാട്ട് ഈസ് ഡിമോണിറ്റൈസേഷൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഡിമോണിറ്റൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ക്യാൻസലിംഗ് ദ ലീഗൽ ടെൻഡർ സ്റ്റാറ്റസ് ഓഫ് എ കറൻസി. അപ്പോൾ നമുക്ക് സർക്കുലേഷനിലിരിക്കുന്ന, ഇപ്പോൾ പ്രചാരത്തിലിരിക്കുന്ന ഏതെങ്കിലും ഒരു കറൻസി, ഇന്ത്യയെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു റുപ്പി നോട്ട്, അതിനെ ക്യാൻസൽ ചെയ്യുക, അതിൻ്റെ ഒരു ലീഗൽ ടെൻഡർ, ആ ലീഗലി അത് അക്സെപ്റ്റഡ് ആകുന്ന അവസ്ഥയെ അതിനെ ക്യാൻസൽ ചെയ്യുക, റദ്ദ് ചെയ്യുന്ന അവസ്ഥയാണ് ഡിമോണിറ്റൈസേഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം 2016 500 രൂപയുടെയും 1000 രൂപയുടെയൊക്കെ നോട്ടുകൾ ഡിമോണിറ്റൈസ് ചെയ്തിരുന്നു, അല്ലേ. പകരം 2000 റുപ്പീസ് നോട്ട് കൊണ്ടുവന്നിരുന്നു. അത് 2023 വീണ്ടും അതിനെ ഡിമോണിറ്റൈസ് ചെയ്തു, ആ 2000 രൂപ നോട്ടിന്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെയാണ് നമ്മൾ ഡിമോണിറ്റൈസേഷൻ എന്ന് പറയുന്നത്. ദെൻ വാട്ട് ഈസ് കാർഡിനൽ അനാലിസിസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാർഡിനൽ അനാലിസിസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ. ഇത് എഴുതിയാലും മതി. കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് ഇഫ് ആൻ ഇക്കണോമിക് തിയറി ദാറ്റ് സജസ്റ്റ് യൂട്ടിലിറ്റി ഓർ സാറ്റിസ്ഫാക്ഷൻ ഡെറൈവ്ഡ് ഫ്രം കൺസ്യൂമിങ് ഗുഡ്സ് ആൻഡ് സർവീസസ് ക്യാൻ ബി മെഷേർഡ് ന്യൂമറിക്കലി. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് കൺസ്യൂം ചെയ്യുന്നത് വഴി കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ആ ഒരു യൂട്ടിലിറ്റിയെ നമ്മൾ ന്യൂമറിക്കലായിട്ട് നമുക്ക് എഴുതാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു കാർഡിനൽ യൂട്ടിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുക. അതായത് യൂട്ടിലിറ്റി മെഷറബിൾ ആണെന്നുള്ളതാണ്, അല്ലേ. ഓർഡിനൽ യൂട്ടിലിറ്റിയിൽ യൂട്ടിലിറ്റി മെഷറബിൾ അല്ല, കാർഡിനൽ യൂട്ടിലിറ്റിയാണ് മെഷറബിൾ ആയിരിക്കുന്ന. ആ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ്. ദെൻ വാട്ട് ഈസ് മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷനിൽ അതൊരു ടൈപ്പ് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചറാണ്. അതായത് ധാരാളം ഫേമുകൾ പരസ്പരം മത്സരിക്കുന്നു സ്ലൈറ്റ്ലി ഡിഫറൻഷ്യേറ്റഡ് പ്രൊഡക്റ്റുമായിട്ട്. അപ്പോൾ അവിടെ പ്രൊഡക്റ്റുകൾ തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ എങ്കിലും അവർ കൂടുതൽ അഡ്വർടൈസ്മെൻ്റ് കൊടുത്തുകൊണ്ട് ധാരാളം ഫേമുകൾ ഏകദേശം ഒരേപോലുള്ള പ്രൊഡക്റ്റുകൾ വിൽക്കാൻ ശ്രമിക്കുന്ന അത്തരത്തിലുള്ള മാർക്കറ്റ് സിറ്റുവേഷനാണ് മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. ദെൻ വാട്ട് ഈസ് ലിബറലൈസേഷൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. ലിബറലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിമൂവിങ് ദ ബാരിയേഴ്സ് ഓർ റെസ്ട്രിക്ഷൻ സെറ്റ് ബൈ ദ ഗവൺമെൻറ്. ഇപ്പോൾ കച്ചവടമായിട്ട് ബന്ധപ്പെട്ട്, ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണങ്ങൾ റിമൂവ് ചെയ്യുന്നതിനെ, പരമാവധി ഒഴിവാക്കുന്നതിനെയാണ് ലിബറലൈസേഷൻ അഥവാ ഉദാരവൽക്കരണം എന്ന് പറയുന്നത്. ദെൻ വാട്ട് യു നോ എബൌട്ട് ഇക്കി മാർജിനൽ പ്രിൻസിപ്പിൾ. ഇക്കി മാർജിനൽ പ്രിൻസിപ്പിൾ അഥവാ പ്രിൻസിപ്പിൾ ഓഫ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇറ്റ് സ്റ്റേറ്റ് ദാറ്റ് കൺസ്യൂമേഴ്സ് ചൂസ് കോമ്പിനേഷൻസ് ഓഫ് വേരിയസ് ഗുഡ്സ് ഇൻ ഓർഡർ ടു അച്ചീവ് മാക്സിമം ടോട്ടൽ യൂട്ടിലിറ്റി.
ഒരാളുടെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് മാക്സിമം യൂട്ടിലിറ്റി അച്ചീവ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പല പ്രൊഡക്റ്റുകൾ കമ്പൈൻ ചെയ്ത് ഉപയോഗിക്കുന്നു, ഒരുമിച്ച് ഉപയോഗിക്കുന്നു എന്നുള്ള ആ ഒരു പ്രിൻസിപ്പിളാണ്. അതുവഴി അവരുടെ മാക്സിമം യൂട്ടിലിറ്റി അവർ അച്ചീവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. ആ ഒരു പ്രിൻസിപ്പിളാണ് ഇക്കി മാർജിനൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ദെൻ സ്റ്റേറ്റ് ദ ഫീച്ചേഴ്സ് ഓഫ് കേരള ഇക്കോണമി. കേരള ഇക്കോണമിയുടെ ഫീച്ചേഴ്സ് റിലേ ഓൺ ഫോറിൻ റെമിറ്റൻസ്. ഗൾഫിലും മറ്റ് രാഷ്ട്രങ്ങളിൽ നിന്ന് ജോലി ചെയ്ത ആളുകൾ ഇങ്ങോട്ട് പണം അയക്കുന്നു, അതിൽ ആശ്രയിച്ചുള്ള ഒരു സമ്പദ് വ്യവസ്ഥ. ഹൈ ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ്, ജീവിത നിലവാര സൂചികകൾ കൂടുതലാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്, എഡ്യൂക്കേഷൻ പോലുള്ള ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് മേഖലകളിൽ കൂടുതൽ പണം മുടക്കിയിട്ടുണ്ട്. അപ്പോൾ അത്ര ലോ പെർ ക്യാപിറ്റൽ ഇൻകം, ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് പോയിൻ്റൊക്കെയാണ് ഇവിടെ എഴുതേണ്ടത്. ദെൻ വാട്ട് ഈസ് ഫോർവേഡ് പ്ലാനിംഗ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഫോർവേഡ് പ്ലാനിംഗ് മീൻസ് എസ്റ്റാബ്ലിഷിംഗ് പ്ലാൻസ് ഫോർ ദി ഫ്യൂച്ചർ. നമുക്ക് ഭാവിയിലേക്ക് കൂടി നോക്കിക്കൊണ്ട് നടത്തുന്ന പ്ലാനിനെയാണ് നമ്മൾ ഫോർവേഡ് പ്ലാനിംഗ് എന്ന് പറയുക. അതായത് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ പോലുള്ള കാര്യങ്ങളൊക്കെ ലിമിറ്റഡ് ആണ് എന്ന് നമുക്കറിയാം. അത്തരത്തിലുള്ള ലിമിറ്റഡ് റിസോഴ്സസിനെ ഭാവിയിലെ ആവശ്യങ്ങൾക്ക് കൂടി ഉപകരിക്കുന്ന രീതിയിൽ നമ്മൾ അതിൻ്റെ ഒപ്റ്റിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. നല്ല രീതിയിലുള്ള യൂട്ടിലൈസേഷനാണ് ഫോർവേഡ് പ്ലാനിങ്ങിൽ ചെയ്യുക. ദെൻ വാട്ട് യു അണ്ടർസ്റ്റാൻഡ് ബൈ പ്രൊഡ്യൂസേഴ്സ് ഇക്വിലിബ്രിയം. പ്രൊഡ്യൂസേഴ്സ് ഇക്വിലിബ്രിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് പ്രൊഡ്യൂസേഴ്സ് ഇക്വിലിബ്രിയം എന്ന് പറയുക. അതായത് ഡിഫറൻസ് ബിറ്റ്വീൻ ടോട്ടൽ റവന്യൂവും ടോട്ടൽ കോസ്റ്റും തമ്മിലുള്ള വ്യത്യാസം, അതിനെ മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുക. അതായത് ടോട്ടൽ റവന്യൂ പരമാവധി കൂട്ടുക എന്നുള്ളതാണ്. ഇൻ കേസ് ലോസ് ആണെങ്കിൽ ലോസ് പരമാവധി മിനിമൈസ് ചെയ്യുക എന്നുള്ളതും പ്രൊഡ്യൂസേഴ്സ് ഇക്വിലിബ്രിയത്തിൻ്റെ ഭാഗമാണ്. പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക എന്നുള്ള സിറ്റുവേഷനാണ് ഇവിടെ വരിക. സ്റ്റേറ്റ് ദ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇറ്റ് സ്റ്റേറ്റ് ദാറ്റ് മോർ ആൻഡ് മോർ സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ് ഓഫ് എ കമ്മോഡിറ്റി ആർ കണ്ടിന്യൂസ്ലി കൺസ്യൂംഡ്. നമ്മൾ ഒരേ പ്രൊഡക്റ്റ് തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അഡീഷണലായിട്ട് കൺസ്യൂം ചെയ്യുന്ന പ്രൊഡക്റ്റിൽ നിന്ന് കിട്ടുന്ന യൂട്ടിലിറ്റി കുറഞ്ഞു വരുമെന്നുള്ളതാണ് ഈ ഒരു ലോ ഓഫ് മാർജിനൽ യൂട്ടിലിറ്റി, ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് ഉദ്ദേശിക്കുക. വാട്ട് ഈസ് പ്രൈസ് ലീഡർഷിപ്പ് എന്ന് ചോദിച്ചിട്ടുണ്ട്. പ്രൈസ് ലീഡർഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേർ പ്രൈസസ് ആൻഡ് പ്രൈസ് ചേഞ്ചസ് ആർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഡോമിനൻറ്റ് ഫേം. ഒരു മാർക്കറ്റിൽ വ്യത്യസ്ത ഫേമുകൾ ഉണ്ടെങ്കിൽ അതിലേതെങ്കിലും ഒരു ഫേം നിശ്ചയിക്കുന്ന വില തന്നെയായിരിക്കും ബാക്കിയുള്ള ഫേമുകൾ നിശ്ചയിക്കുന്നതെങ്കിൽ ആ ഒരു ആദ്യം പറഞ്ഞിരിക്കുന്ന ആ ഒരു ഫേമിനെയാണ് പ്രൈസ് ലീഡർ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ അത്തരത്തിലുള്ള മാർക്കറ്റ് സിറ്റുവേഷനാണ് പ്രൈസ് ലീഡർഷിപ്പ്. ഇനി നമുക്ക് പാർട്ട് ബിയിലേക്ക് പോകാം. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. എക്സ്പ്ലെയിൻ ദ ഇമ്പാക്റ്റ് ഓഫ് ബ്ലാക്ക് മണി ഓൺ ദി ഇക്കോണമിയാണ്. ഇക്കോണമിയിൽ ബ്ലാക്ക് മണി വരുത്തുന്ന ഇമ്പാക്റ്റ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ലെസ് ടാക്സ് ഫോർ ദി ഗവൺമെൻറ്. ബ്ലാക്ക് മണി എന്ന് വെച്ചാൽ നമുക്കറിയാം നികുതി അടയ്ക്കാതെ ഉള്ള കള്ളപ്പണത്തെയാണ് ബ്ലാക്ക് മണി എന്ന് പറയുന്നത്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ നികുതി വരുമാനം കുറയുന്നു. അസറ്റ് പ്രൈസ് ഇൻഫ്ലേഷൻ, നമുക്ക് ബ്ലാക്ക് മണിയൊക്കെ എവിടെയും കൊണ്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യും, അതായത് ലാൻഡൊക്കെ വാങ്ങിച്ചു കൂട്ടുന്നു, അതുവഴി ലാൻഡ് പോലുള്ള അസറ്റുകളുടെ വില കൂടുന്നു. വൈഡൻസ് ഇൻഇക്വാളിറ്റി, ആളുകൾ കള്ളപ്പണം അവരുടെ കൈവശം കൂടുതലുണ്ടായിരിക്കുമ്പോൾ അത് സമൂഹത്തിൽ അസന്തുലിതാവസ്ഥ, കൂടുതൽ ക്യാഷ് ഉള്ളവരും ക്യാഷ് ഇല്ലാത്തവരും തമ്മിൽ അന്തരം വർദ്ധിപ്പിക്കുന്നു. ഇക്കണോമിക് ഗ്രോത്തിനെ അത് ബാധിക്കുന്നുണ്ട്, കാരണം സർക്കാരിലേക്ക് നികുതിയും മറ്റു കാര്യങ്ങളൊന്നും എത്തുന്നില്ല. ഇല്ലീഗലായിട്ടുള്ള ആക്ടിവിറ്റിക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പോയിൻറ്റ്സുകളൊക്കെയാണ് അത് എഴുതേണ്ടത്. സ്റ്റേറ്റ് ദ മെറിറ്റ്സ് ഓഫ് FDI, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മെറിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. എക്കണോമിക് ഡെവലപ്മെൻറ്റ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക വികസനം അതിനെ ഉത്തേജിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് ഫോറിൻ കൺട്രീസിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമാണ്. ഇൻ്റർനാഷണൽ ട്രേഡ് ഇത് ഈസി ആക്കുന്നതിന് വേണ്ടി ആ പണം നമുക്ക് ഉപയോഗിക്കാം. എംപ്ലോയ്മെൻറ്റ് ആൻഡ് എക്കണോമിക് ബൂസ്റ്റ്, എംപ്ലോയ്മെൻറ്റും ഒപ്പം തന്നെ സാമ്പത്തിക അവസ്ഥയൊക്കെ ബൂസ്റ്റ് ചെയ്യുക, അത് ത്വരിതഗതിയിലാക്കുന്നു. ഡെവലപ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ റിസോഴ്സസ്, നമുക്ക് രാജ്യത്തെ ഹ്യൂമൻ ക്യാപിറ്റൽ റിസോഴ്സസ് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സസ് അത് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയൊക്കെ പണം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതിനുവേണ്ടിയൊക്കെ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങിക്കാവുന്നതാണ്. ബാക്കിവേർഡ് ഏരിയസ് ഡെവലപ്മെൻറ്റ്, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോയിൻറ്റ്സുകൾ നിങ്ങളിവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതേണ്ടതാണ്. 5 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആയതുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയെങ്കിൽ മാർക്ക് ലഭിക്കുകയുള്ളൂ. എക്സ്പ്ലെയിൻ ദ ആർഗ്യുമെൻറ്റ്സ് അഗെയിൻസ്റ്റ് ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്. ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചിനെതിരെയുള്ള ആർഗ്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഈ പോയിൻറ്റ്സ് ഒക്കെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അസംഷൻ ഓഫ് കൺസ്യൂമർ റാഷണാലിറ്റി, കോമ്പിനേഷൻ ഓഫ് ടു ഗുഡ്സ്, അസംഷൻ ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ദെൻ ഡിസ്ക്രൈബ് ദ ഡിറ്റർമിനൻസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ. ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈയുടെ ഇലാസ്റ്റിസിറ്റി, അതിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് നേച്ചർ ഓഫ് കമ്മോഡിറ്റി, കോസ്റ്റ് പ്രൊഡക്ഷൻ ടെക്നിക്ക്, ടൈം പീരീഡ്, പ്രൈസ് എക്സ്പെക്റ്റേഷൻ. നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ പഠിച്ചിരുന്നു, അല്ലേ? നമ്മൾ നേരത്തെ നമ്മുടെ ഇത്തരത്തിലുള്ള ക്ലാസ്സുകളിലൊക്കെ നമ്മളത് പഠിച്ചതാണെന്ന് ഓർക്കുക. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ തുടങ്ങിയ കാര്യങ്ങൾ, അതുപോലെ തന്നെ അതിൻ്റെ ഇലാസ്റ്റിസിറ്റി ഓഫ് മീനിങ്, ഡിഗ്രി ഓഫ് ഇലാസ്റ്റിസിറ്റി സപ്ലൈ ഒക്കെ നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഓർക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 20ാമത്തെ ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ദ റീഫണ്ട് ട്രെൻഡ്സ് ഇൻ ഇന്ത്യാസ് ഫോറിൻ ട്രേഡ്. ഇന്ത്യയുടെ ഫോറിൻ ട്രേഡിലുള്ള റീഫണ്ട് ട്രെൻഡ്സ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള പോയിൻറ്റ്സുകളൊക്കെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാം. ഇന്ത്യയുടെ ലാർജസ്റ്റ് എക്സ്പോർട്ടർ കൺട്രി ആയിട്ട് US വന്നിട്ടുണ്ട്. ട്രേഡ് ഡെഫിസിറ്റ് വിത്ത് ചൈനയിൽ നിന്നുള്ള ഇറക്കുമതി
നമുക്ക് കൂടുകയും എക്സ്പോർട്ട് കുറയുകയും ചെയ്തു. ട്രേഡ് ഡെഫിസിറ്റ് കൂടുന്നു. ഇൻക്രീസിങ് എക്സ്പോർട്ട് ഓഫ് വാല്യൂ ആഡഡ് ഗുഡ്സിൻ്റെ എക്സ്പോർട്ട് ഇൻക്രീസ് ചെയ്യുന്നു. പെട്രോളിയം പ്രൊഡക്റ്റൊക്കെ മേജർ ഇമ്പോർട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്, ഇറക്കുമതി ചെയ്യുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ദെൻ ഇല്ലസ്ട്രേറ്റ് ദ സ്കോപ്പ് ഓഫ് മാനേജൽ എക്കണോമിക്സ് ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതാണ്. മാനേജൽ എക്കണോമിക്സിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള പോയിൻറ്റ്സുകൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ദെൻ റൈറ്റ് അപ്പ് ദ കോസസ് ഓഫ് ഇൻഇക്വാളിറ്റീസ് ഇൻ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ഇൻ ഇന്ത്യയിൽ നമ്മുടെ വരുമാനം അതിൻ്റെ തമ്മിലുള്ള ആ ഒരു അന്തരം വരാനുള്ള കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഡിഫറൻസസ് ഇൻ ഒക്യുപ്പേഷൻ, ഓരോ ജോലി ചെയ്യുന്നവർക്കും ജോലിയുടെ വ്യത്യാസം അനുസരിച്ച് അവരുടെ വരുമാനത്തിലും വ്യത്യാസം ഉണ്ടാവും. പ്രൈവറ്റ് ഓണർഷിപ്പ് ഓഫ് പ്രോപ്പർട്ടി, കൂടുതൽ പ്രോപ്പർട്ടി കൈവശമുള്ളവന് കൂടുതൽ വരുമാനം ഉണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇൻകങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാകാനുള്ള കാരണങ്ങൾ. വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഫ്ലേഷൻ ഏതൊക്കെയാണ്? ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ ഉണ്ട്, കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ ഉണ്ട്, ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ, വാക്കിംഗ് ഇൻഫ്ലേഷൻ, റണ്ണിംഗ് ഇൻഫ്ലേഷൻ, ഗാലോപ്പിംഗ് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞ് വ്യത്യസ്ത തരത്തിലുള്ള ഇൻഫ്ലേഷനെ കുറിച്ചാണ് നമ്മളിവിടെ വിശദീകരിക്കേണ്ടത്. പാർട്ട് സിയിലേക്ക് വരികയാണെങ്കിൽ 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒന്നാമത് ഡിസ്കസ് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് പലതരത്തിൽ, വോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ്, അണ്ടർ എംപ്ലോയ്മെൻറ്റ്, ഡിസ്ക്യൂസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ്, ഓപ്പൺ അൺഎംപ്ലോയ്മെൻറ്റ്, സീസണൽ അൺഎംപ്ലോയ്മെൻറ്റ്, ടെക്നോളജിക്കൽ, സൈക്ലിക്കൽ, ഒപ്പം തന്നെ ഫ്രിക്ഷണൽ, സ്ട്രക്ചറൽ എന്ന് പറഞ്ഞ് പലതരത്തിലുള്ള അൺഎംപ്ലോയ്മെൻറ്റ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യണം. ദെൻ കൺസ്യൂമർ സർപ്ലസ് എന്താണ്? വാട്ട് ആർ ദി അസംഷൻസ് ഓഫ് ഇറ്റ്? ഓൾസോ എക്സ്പ്ലെയിൻസ് പ്രാക്ടിക്കൽ ഇമ്പോർട്ടൻസ്. കൺസ്യൂമർ സർപ്ലസ് എന്താണെന്നുള്ളതൊക്കെ നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്നത് ഓർക്കുക. കൺസ്യൂമർ സർപ്ലസ് അതിൻ്റെ അസംഷൻസോ ലിമിറ്റേഷൻസോ ഇമ്പോർട്ടൻസൊക്കെ ഈ ഒരു ക്ലാസ്സിൽ 10ാമത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പഠിക്കാമായിരുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ദ മാർക്കറ്റ് ഫോംസ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ, ഒലിഗോപോളി ഇവയൊക്കെ തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടേബിളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഈ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ അത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ നോക്കുക. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ, നമ്പർ ഓഫ് ഫെയിംസിൻ്റെ കാര്യത്തിൽ വ്യത്യാസമുണ്ട്. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ലാർജ് നമ്പർ ഓഫ് ഫെയിംസ് ഉണ്ടാവും. മോണോപ്പൊളി ആണെങ്കിൽ ഒറ്റ ഫെയിം മാത്രമേ ഉള്ളൂ. മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷനിലാണെങ്കിൽ ഫെയർലി അവിടെയും ലാർജ് നമ്പർ ഓഫ് ഫെയിംസ് തന്നെയാണ്. ഒലിഗോപോളിയിൽ ഫ്യൂ ഫെയിംസ്, കുറച്ച് ഫെയിംസ് മാത്രമേ ഉണ്ടാവുള്ളൂ. നേച്ചർ പ്രൊഡക്റ്റിൻ്റെ കേസിൽ, ഡിമാൻഡ് കർവിൻ്റെ കേസിൽ, പ്രൈസിൻ്റെ കേസിൽ, ഫ്രീഡം ഓഫ് എൻട്രി, ഇലാസ്റ്റിസിറ്റി, അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ കൂടി നമ്മൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യണം. ദെൻ നോക്കുക, അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് 27ാമത്തെ. റൈറ്റ് ആൻ എസ്സേ ഓൺ ദി ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ എക്കോണമിയുടെ ഫീച്ചേഴ്സിനെ കുറിച്ച് ഇത്തരത്തിലുള്ള ഈ പോയിന്റുകളാണ്. ലോ പെർ ക്യാപിറ്റൽ ഇൻകം, ആളോഹരി വരുമാനം കുറവാണ്. ലോ ലിവിങ് സ്റ്റാൻഡേർഡ്, ഇന്ത്യ മൊത്തത്തിൽ നോക്കുമ്പോൾ ജീവിത നിലവാരം കുറവാണ്. ലൈഫ് എക്സസീവ് ഡിപ്പെൻഡൻസ് ഓഫ് അഗ്രികൾച്ചർ, കൃഷിയിലാണ് കൂടുതൽ ആളുകൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അൺഫേവറബിൾ ഡെമോഗ്രഫിക് ഫീച്ചേഴ്സാണ്, കൂടുതൽ ഇന്ത്യക്കാരുടെ നമ്പർ ഓഫ് പീപ്പിൾ എണ്ണം കൂടുതലാണ്. എക്സിസ്റ്റൻസ് ഓഫ് ക്രോണിക് അൺഎംപ്ലോയ്മെൻറ്റ്, കൂടുതൽ തൊഴിൽ ആളുകൾ, ദീർഘകാലമായിട്ട് തൊഴിലില്ലാത്ത ആളുകൾ ധാരാളമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പോയിൻ്റ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സാം എഴുതിയതിനു ശേഷം നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ പെർഫോമൻസ് എന്നുള്ളത് ഇതിലൂടെ മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഉപകാരപ്പെട്ട ആളുകളിലേക്ക് ഒന്ന് എത്തിക്കുകയും ചെയ്യാം. താങ്ക്